ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈയിൽ റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരും. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 338ആയി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നാഷണൽ സർവീസ് സ്കീം 150 വീടുകൾ നിർമ്മിച്ചു നൽകും. അകമലയിലെ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശം ജില്ലാ കളക്ടർ സന്ദർശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ മണലൂർ താഴം പടവിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ജനപ്രതിനിധികളും കോൾപ്പടവ് ഭാരവാഹികളും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനിടെയാണ് ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായത്. കനോലി കനാൽ കരകവിഞ്ഞ് എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കിഴക്കൻ മേഖലകൾ വെള്ളത്തിൽ മുങ്ങി. 50ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. വളരി കണ്ണാപുരത്ത് നടുറോഡിലെ വാട്ടർ അതോറിറ്റി വക കുഴിയും മുന്നറിയിപ്പ് ബോർഡും അപകടക്കെണിയായി മാറുന്നു. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കുഴി നികത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈ ടോപ്പിൽ റഡാർ പരിശോധനയിൽ മണ്ണിനടിയിൽ ശ്വസനത്തിന്റെ സിഗ്നൽ ലഭിച്ചു. ഇതേ തുടർന്ന് മേഖലയിൽ രാത്രി വൈകിയും തെരച്ചിൽ നടത്തി. ശനിയാഴ്ച കൂടുതൽ സ്ഥലങ്ങളിൽ റഡാർ പരിശോധന നടത്തും. വെള്ളിയാഴ്ച 14 മൃതദേഹങ്ങൾ കൂടി ലഭിച്ചു. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 338ആയി. 288 പേരോളം കാണാമറയത്താണ്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും 6 മേഖലകളായി തിരിച്ചാണ് പരിശോധന നടത്തുന്നത്. സൈന്യവും NDRFും അടക്കം 2000ഓളം പേരാണ് ദൗത്യത്തിൽ പങ്കാളികളായിട്ടുള്ളത്. വയനാട്ടിൽ 91 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9328 പേരാണ് കഴിയുന്നത്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന NSSന്റെ വിവിധ സെല്ലുകളെ ഏകോപിപ്പിച്ച് 150 വീടുകൾ നിർമ്മിച്ചു നൽകും. കേരളത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഏറ്റവും വലിയ വേദനകളിലൊന്നായി തീർന്നിരിക്കുന്ന ദുരന്തത്തിലെ ഇരകൾക്ക് സംസ്ഥാനത്തെ കലാലയങ്ങളിൽ നൽകുന്ന സ്വാന്തനമായാണ് ഇത്രയും വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. സ്വന്തമായി വീടില്ലാത്ത നിർധന സഹപാഠികൾക്ക് സ്നേഹവീടുകൾ ഒരുക്കി മാതൃക സൃഷ്ടിച്ചു വരുന്ന NSS ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ സന്നദ്ധ പ്രവർത്തനങ്ങളിലൊന്നാണിതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂരിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന പുനരധിവാസ പരിശ്രമങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് NSS ഇപ്രകാരം 150 വീടുകൾ പണിത് നൽകുക. കാലിക്കറ്റ് സർവകലാശാല, MG സർവകലാശാല, കണ്ണൂർ സർവകലാശാല, കേരള സർവകലാശാല, സാങ്കേതിക സർവകലാശാല, ആരോഗ്യ സർവകലാശാല, ശ്രീശങ്കര സംസ്കൃത സർവകലാശാല എന്നിവിടങ്ങളിലെയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ്, ITI തുടങ്ങിയവയിലെയും NSS സെല്ലുകളുടെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രവർത്തനം ഏറ്റെടുക്കുക. NSS യൂണിറ്റുകളിലെ വോളണ്ടിയർമാരും NSSന്റെ പ്രോഗ്രാം കോർഡിനേറ്റർമാരും മുൻ പ്രോഗ്രാം കോർഡിനേറ്റർമാരും സംസ്ഥാന ഓഫീസർമാരും മുൻ സംസ്ഥാന ഓഫീസർമാരുമെല്ലാം ഈ സ്നേഹ ദൗത്യത്തിൽ പങ്കാളികളാകും. ഇതിനു പുറമെ ദുരന്തബാധിത മേഖലയിലെ വിദ്യാർത്ഥികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനായി ബാക്ക് ടു സ്കൂൾ, ബാക്ക് ടു കോളേജ് ക്യാമ്പയിന് തുടക്കം കുറിക്കും. ഇതിന്റെ ഭാഗമായി മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും നൽകും. ദുരന്തബാധിതർക്ക് മെന്റൽ ട്രോമ മറികടക്കാൻ വിദഗ്ധ കൗൺസിലിംഗും സജ്ജമാക്കും. ക്യാമ്പുകളിൽ ആരോഗ്യ സർവകലാശാല NSS ടീമിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ലഭ്യമാക്കും. ശുചീകരണ ഡ്രൈവിൽ പങ്കാളികളാകും. NCC, NSS സംഘങ്ങളും കുടുംബങ്ങളും ഈ ദുരന്തത്തിന് ഇരയായവരിൽ പെട്ടിട്ടുണ്ട്. സംസ്ഥാന NSS കോർഡിനേറ്റർ ഡോക്ടർ RN അൻസാർ, കാലിക്കറ്റ് സർവകലാശാല NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ NA ഷിഹാബ്, സാങ്കേതിക സർവകലാശാല NSS ജില്ലാ കോർഡിനേറ്റർ വിപിൻ കൃഷ്ണ, NSS ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ NV പ്രതീഷ് എന്നിവരും മന്ത്രിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി കുരുന്നുകൾ. മഞ്ഞ നിറമുള്ള മുയൽ കുടുക്ക നിറയെ സ്നേഹത്തിന്റെ സമ്പാദ്യവുമായി 1ാം ക്ലാസ്സുകാരൻ അർണവും പിറന്നാൾ ആഘോഷിക്കാൻ സൂക്ഷിച്ചുവെച്ച 1,00,000 രൂപയുമായി 7ാം ക്ലാസ്സുകാരി ദിയയുമാണ് ജില്ലാ കളക്ടറെ കാണാനെത്തിയത്. കുട്ടികൾ നൽകിയ പണക്കുടുക്കയും ചെക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഏറ്റുവാങ്ങി. തനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നതിനായി 2 വർഷമായി കുടുക്കയിൽ സ്വരൂപിച്ച 1103 രൂപയാണ് അർണവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ദുബായിൽ ജോലി ചെയ്യുന്ന പൂത്തോൾ സ്വദേശിയായ വിഷ്ണു, നന്ദിത രാജ് ദമ്പതികളുടെ മകനാണ് അർണവ്. അബുദാബി ഗ്ലോബൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയും കുറുക്കഞ്ചേരി സ്വദേശിനിയുമായ ദിയ വെക്കേഷൻ ആഘോഷിക്കാനായാണ് നാട്ടിലെത്തിയത്.
ജില്ലയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളുമായി 4,47,848 രൂപയാണ് നൽകിയത്. മാരാത്തുകുന്ന് റോഡ് അകമലയിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടായ സ്ഥലത്ത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. മണ്ണിടിച്ചിൽ ഭീഷണി ഒഴിയാതെ അവിടെ താമസിക്കാൻ അനുവാദം നൽകാനാവില്ലെന്ന് കളക്ടർ വ്യക്തമാക്കി. സംസ്ഥാന ദുരന്ത നിവാരണ വിദഗ്ധ സംഘം മേഖലയിൽ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്ന് പ്രദേശത്തെ നിരവധി വീട്ടുകാരെ നഗരസഭാ അധികൃതർ മാറ്റി താമസിപ്പിച്ചിരുന്നു. നമ്മളിപ്പോൾ 29-ാം തീയതി ഇവിടെ ശക്തമായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല ജില്ല മൊത്തത്തിൽ നല്ല മഴയായിരുന്നായിരുന്നു. ഏകദേശം ഒരു 33 സെൻറ്റിമീറ്റർ മഴ ഈ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം തന്നെ ഇപ്പോൾ മുനിസിപ്പാലിറ്റീൻ്റെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മറ്റു വകുപ്പിൻ്റെ എല്ലാവരും കൂടെ ചേർന്നിട്ട് വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പോൾ ആ ദിവസം തൊട്ട് തന്നെ കുറേ പേരെ മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റി, കുറേ പേര് ക്യാമ്പിലോട്ട് പോയി, പിന്നെ മറ്റുള്ളവർ അവരുടെ ബന്ധു വീട്ടിലോട്ട് പോയി. പിന്നെ അടുത്ത ദിവസം കുറച്ച് പേര് മാറി. ഇന്നലത്തോട് കൂടിയിട്ട് ഇവിടെ ഉള്ള ഏകദേശം എല്ലാവരും ഒരു 81 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരു 500 മീറ്റർ ചുറ്റളവ്, 1/2 കിലോമീറ്റർ ചുറ്റളവ്. അപ്പോൾ അത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ബാധിക്കുന്ന ആ ഏരിയ മൊത്തത്തിൽ എല്ലാവരും ക്യാമ്പുകളിലോട്ട് അല്ലെങ്കിൽ ബന്ധുവീട്ടിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ അറിയിപ്പിനനുസരിച്ചിട്ട് ഇന്നലെ എക്സ്പേർട്ട് ടീം, ജിയോളജിസ്റ്റ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്, സോയിൽ കൺസർവേഷൻ, മറ്റുദ്യോഗസ്ഥർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇവിടെ അപകട ഭീഷണിയുണ്ട്, എന്നാലും പാനിക്കാവേണ്ട സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ അത് നമ്മൾ പരിശോധിച്ച് വരികയാണ്. അപ്പം നമ്മൾ അറിയിപ്പുണ്ടാകുന്നവരെ ഇവിടത്തേക്ക് തിരിച്ചു വന്ന് താമസിക്കാൻ നമ്മൾ പെർമിറ്റ് ചെയ്യില്ല. കുറച്ചും കൂടെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള സ്റ്റഡി നടത്തേണ്ടതുണ്ട്. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ മണലൂർ താഴം പടവിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് ചിലർ പ്രകോപനപരമായി പെരുമാറിയത്. മണലൂർ പടവ് കമ്മിറ്റി അംഗങ്ങളും അരിമ്പൂർ, അന്തിക്കാട്, ചാഴൂർ, പാറളം എന്നിവിടങ്ങളിൽ നിന്നെത്തിയവരും തമ്മിലാണ് തർക്കം നടന്നത്. പ്രധാന കനാലിലെ ഒരു സ്ലൂയിസ് മാത്രമാണ് തുറന്നിരുന്നത്. മറ്റ് 2 സ്ലൂയിസുകൾ കൂടി തുറന്ന് അരിമ്പൂർ മേഖലയിൽ നിന്നുള്ള വെള്ളം മണലൂർ പടവ് വഴി ഏനാമാവ് റെഗുലേറ്ററിൽ എത്തിച്ച് കടലിലേക്ക് ഒഴുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം പാടത്തെത്തിയത്. അതേസമയം പെരുമ്പുഴ 2ാം പാലത്തിലെ പാലക്കഴയും കൂടുതൽ തുറന്ന് വെള്ളം ഒഴുക്കിവിടണമെന്നാവശ്യപ്പെട്ട് അന്തിക്കാട്, ചാഴൂർ, പാറളം പഞ്ചായത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും എത്തിയതോടെ തർക്കം രൂക്ഷമായി. പ്രശ്നപരിഹാരത്തിനായി ഏനാമാവിലെ കുളവാഴകൾ നീക്കുകയാണ് വേണ്ടതെന്നും മണലൂരിൽ സ്ലൂയിസ് തുറന്നാൽ വെള്ളം ഒഴുകിയെത്തി തങ്ങളുടെ പ്രദേശത്തെ ബാധിക്കുമെന്നും മണലൂരിൽ നിന്നും എത്തിയ കർഷകർ ചൂണ്ടിക്കാട്ടി. തുടർന്ന് മണലൂർ പഞ്ചായത്ത് ഹാളിൽ അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അടച്ചുവെച്ച സ്ലൂയിസുകൾ അടിയന്തരമായി തുറക്കാൻ തീരുമാനിച്ചു. ഏനാമാവിൽ ഹൈ ലെവൽ കനാൽ എത്തിച്ചേരുന്ന ഭാഗത്തുള്ള കുളവാഴകൾ നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ JCB ഉപയോഗിച്ച് പ്രധാന ചാലിലെ സ്ലൂയിസുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടു. TCV ന്യൂസ്, തൃശൂർ. എളവള്ളി, മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി പാടശേഖരങ്ങളിലെ തുറക്കാത്ത സ്ലൂയിസുകൾ പഞ്ചായത്ത് അധികൃതർ തുറന്നു. പലതവണ പഞ്ചായത്ത് അധികൃതരും കൃഷിവകുപ്പും റവന്യൂ ഉദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടിട്ടും പാടശേഖര സമിതി ഭാരവാഹികൾ സ്ലൂയിസുകൾ തുറക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, വൈസ് പ്രസിഡന്റ് KP ആലി എന്നിവരുടെ സാന്നിധ്യത്തിൽ പുല്ലൂർ പടവിലെ സ്ലൂയിസ് നീക്കം ചെയ്തത്. വെള്ളം കയറിയതിനെ തുടർന്ന് അമ്മാടം തൃപ്രയാർ റൂട്ടിലെ ആലപ്പാട് പള്ളിപ്പുറം റോഡ് അടച്ചു. കമാൻഡ് മുഖം സ്ലൂയിസ് തള്ളി കരുവന്നൂർ പുഴയിൽ നിന്ന് വെള്ളമൊഴുക്ക് തുടരുന്നതിനാൽ പാടശേഖരങ്ങളിലെ ജലനിരപ്പ് ഉയർന്നതാണ് റോഡിൽ വെള്ളം നിറയുന്നതിന് കാരണം. ഇതുമൂലമാണ് റോഡ് അടച്ചത്. കനോലി കനാൽ കരകവിഞ്ഞ് എടത്തുരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിലെ കിഴക്കൻ മേഖലകൾ വെള്ളത്തിൽ മുങ്ങി. 50ഓളം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. ഡാമുകളിൽ നിന്നുള്ള വെള്ളം തുറന്നുവിട്ടതോടെയാണ് കനോലി കനാൽ കരകവിഞ്ഞത്. ആദ്യ ദിവസങ്ങളിൽ താഴ്ന്ന പ്രദേശമായ എടത്തുരുത്തി പഞ്ചായത്തിലെ കോഴിത്തുമ്പ് പ്രദേശം മാത്രമാണ് വെള്ളക്കെട്ടിലായത്.
പിറ്റേന്നു മുതൽ പൈനൂർ, പല്ല, കയ്പമംഗലം പഞ്ചായത്തിലെ പാലിയംചിറ, LBS കോളനി, കാക്കാത്തിരുത്തി, അമ്പലനട കിഴക്ക്, കൂനിപ്പറമ്പ് തുടങ്ങിയ ഭാഗങ്ങളിലും വെള്ളം കയറി. 100-ലധികം വീടുകളാണ് വെള്ളക്കെട്ടിലായിട്ടുള്ളത്. പല വീട്ടുകാരും സാധനങ്ങളെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കയറ്റിവെച്ച് ബന്ധുവീടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. കാക്കാത്തിരുത്തി ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയിൽ പ്രവർത്തിക്കുന്ന കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 25 കുടുംബങ്ങളിൽ നിന്നായി 68 പേരാണ് ഉള്ളത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 23 കുടുംബങ്ങളിൽ നിന്നുള്ള 67 പേരാണ് ഉള്ളത്. ഇവർക്ക് വേണ്ട ഭക്ഷണവും മറ്റും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്. ക്യാമ്പിലെ താമസക്കാർക്ക് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വൈദ്യപരിശോധനയും നടത്തി. TCV ന്യൂസ്, കയ്പമംഗലം. നടു റോഡിലെ വാട്ടർ അതോറിറ്റി വക കുഴിയും മുന്നറിയിപ്പ് ബോർഡും അപകടക്കെണിയായി മാറുന്നു. തിരക്കേറിയ ഒളരി കാഞ്ഞാണി റോഡിലെ യാത്രയാണ് ഈ വിധം അത്യന്തം അപകടകരമായി മാറിയിരിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തൃശൂർ കാഞ്ഞാണി റോഡ് വീതി കൂട്ടി BMBC ടാറിംഗ് നടത്തിയത്. ഈ റോഡാണ് കേരള വാട്ടർ അതോറിറ്റി കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുത്തിപ്പൊളിച്ചത്. കണ്ണാപുരം ഭാഗത്ത് നടു റോഡിൽ 2 കുഴികളാണ് അതോറിറ്റി എടുത്തത്. ഒന്ന് താൽക്കാലികമായി മൂടിയെങ്കിലും ചെറുവളവിലെ മറ്റൊരു കുഴിയിൽ മണ്ണും മെറ്റലും നിരത്തിയ വകുപ്പ് ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതാണിപ്പോൾ കുഴിയേക്കാൾ വലിയ അപകടക്കണിയായി മാറുന്നത്. ഇരുഭാഗത്തെയും വളവുകൾ കഴിഞ്ഞെത്തുന്ന വാഹനങ്ങൾ ഈ ചെറുതിരിവിലെത്തുമ്പോൾ ബോർഡ് കണ്ട് ഒരു ദിശയിലൂടെ മാത്രം സഞ്ചരിക്കേണ്ടി വരികയാണ്. ഇതാകട്ടെ ഇടതടവില്ലാതെ ബസ്സുകളും ചെറുവാഹനങ്ങളും നിരവധി ആംബുലൻസുകളുമെല്ലാം കടന്നുപോകുന്ന പ്രധാന പാതയിൽ അപകട സാധ്യത സൃഷ്ടിക്കുകയാണ്. പെട്ടെന്ന് ബോർഡ് കാണുന്ന ഇരുചക്രവാഹന യാത്രികർ ഇടം വലം തിരിയാനാകാതെ പെടുന്നതും പതിവായി. സെൻട്രലിൽ ഇത് വയ്ക്കുമ്പോൾ വണ്ടി വന്ന് ഷോർട്ടായി നിൽക്കാം വരുത്തുക. അപ്പോൾ അപകടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പേടിച്ച് ഇപ്പുറത്തേക്ക് എടുക്കും. അപ്പോൾ 2 വഴിയിൽ പോകുമ്പോൾ ലേശം ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ ബസ് മാത്രമല്ല എല്ലാ വണ്ടികളും ഇതിൽ തന്നെ പോണത്. അപ്പോൾ ചിലർ ഇതിലെടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതിയുള്ള കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപകടം അങ്ങനെ വണ്ടികളൊക്കെ ടച്ച് ചെയ്യാൻ വരുന്നുണ്ട്. അത് കാരണം ഭയമുണ്ട്. മഴക്കാലത്ത് ഭയങ്കര ഭയ കുഴി നിൽക്കുമ്പോൾ പെട്ടെന്ന് ബസ് അങ്ങോട്ട് വരുമ്പോൾ ഇതിലെ പെട്ടെന്ന് എടുക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരേ സമയം ഇരുദിക്കിൽ നിന്നും വലിയ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ഏറെ പണിപെട്ടാണ് ഇവിടം കടക്കുന്നത്. മഴക്കാലത്ത് ഇത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നതിനാൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കുഴി നികത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി മേഖല അപകടരഹിതമാക്കണം. കണ്ടാൽ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും പ്രധാന റോഡിലെ 2 വളവുകൾക്കിടയിലുള്ള വളവിലാണ് ഈ അപകടക്കെണി എന്നുള്ളത് കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഇനിയെങ്കിലും വാട്ടർ അതോറിറ്റി ഇതിൽ കൃത്യമായ നടപടിയെടുക്കണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. പീച്ചാമ്പള്ളിക്കോണം ചർച്ച് റോഡ് സ്വദേശി അമയംപറമ്പിൽ 34 വയസ്സുള്ള രമേഷാണ് മരിച്ചത്. തേലപ്പള്ളിയിൽ മരക്കമ്പനിയിൽ ജോലി ചെയ്യുന്ന രമേഷ് കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് പുത്തൻതോട് ബണ്ട് റോഡ് വഴി വീട്ടിലേക്ക് വരുന്നതിനിടെ വെള്ളക്കെട്ടിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ വെള്ളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. രമേഷിനെ നീന്തൽ വശമില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. ഇരിഞ്ഞാലക്കുട പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പെരിഞ്ഞനം കൊറ്റംകുളം വാട്ടർ ടാങ്കിനടുത്ത് തമിഴ്നാട് സ്വദേശിയെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുനെൽവേലി പൂലംകുളം സ്വദേശി 57 വയസ്സുള്ള അറുമുഖനാണ് മരിച്ചത്. ഇയാൾ താമസിക്കുന്ന വീടിനടുത്തുള്ള വെള്ളക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 10 വർഷത്തോളമായി അറുമുഖൻ കൊറ്റംകുളത്താണ് താമസം. ഇരുചക്ര വാഹനത്തിൽ പാത്രക്കച്ചവടം നടത്തിവരുന്നയാളാണ് അറുമുഖൻ. ചിമ്മിനി ഡാമിന്റെ ഇറിഗേഷൻ സ്ലൂയിസ് വാൽവുകൾ തുറക്കുന്നതിന് ഡാം അധികൃതർ കളക്ടറുടെ അനുമതി തേടി. അടുത്ത ദിവസങ്ങളിൽ മഴ തുടരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഡാം പരിസരത്തും വൃഷ്ടിപ്രദേശത്തും മഴ മാറി നിൽക്കുകയാണ്. എന്നാൽ കാലവർഷം അവശേഷിക്കുന്നതിനാൽ മുൻകൂട്ടി ഡാമിൽ വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയാണ് സ്ലൂയിസ് വാൽവുകൾ തുറക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ചിമ്മിനി വൈദ്യുതി പദ്ധതിയിൽ ഉൽപ്പാദനം ആരംഭിച്ചിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ഡാമിലെ ജലനിരപ്പ് 71.57 മീറ്ററാണ്. എച്ചിപ്പാറ തോട്ടിൽ വലയിൽ കുടുങ്ങിയ പാമ്പിനെ പിടികൂടുന്നതിനിടെ ഫോറസ്റ്റ് വാച്ചർക്ക് പാമ്പിന്റെ കടിയേറ്റു. ചിമ്മിനി റേഞ്ചിലെ വാച്ചറായ എച്ചിപ്പാറ സ്വദേശി ഏറാക്കണ്ടത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് പാമ്പിന്റെ കടിയേറ്റത്. മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങിയ മൂർഖൻ പാമ്പിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഉണ്ണികൃഷ്ണനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കയ്പമംഗലത്ത് വീട് തകർന്നു വീണു. കയ്പമംഗലം 13-ാം വാർഡിൽ വഴിയമ്പലം കാരാപ്പുള്ളി ക്ഷേത്രത്തിനു സമീപം പട്ടത്ത് വീട്ടിൽ കണ്ണന്റെ വീടാണ് തകർന്നത്. ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. ചോർന്നൊലിച്ച് ആർക്കും വേണ്ടാതെ നശിക്കുകയാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള മാളയിലെ അതിഥി മന്ദിരം. അറ്റകുറ്റപ്പണികൾ നടത്താത്ത അതിഥി മന്ദിരം അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. കരാർ അടിസ്ഥാനത്തിൽ വാടകയ്ക്കെടുക്കാൻ പോലും ആരും തയ്യാറല്ല. വർഷങ്ങളായി ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നാണ് വാടകയ്ക്കെടുക്കുന്നവർ പറയുന്നത്. ഈ വർഷം 2 തവണ ലേലത്തിനുള്ള നടപടി സ്വീകരിച്ചെങ്കിലും ആരും എടുക്കാൻ തയ്യാറായില്ല. അതിഥി മന്ദിരത്തിന്റെ ചുറ്റും കാട് കയറി കിടക്കുകയാണ്. കെട്ടിടത്തിന്റെ മുകളിൽ വൃക്ഷങ്ങൾ വളരുന്ന അവസ്ഥയിലേക്ക് മാറി. കെട്ടിടം 11 മാസത്തേക്കാണ് ലേലം വഴി നൽകിയിരുന്നത്. 2022-ൽ 1.99 ലക്ഷം രൂപയ്ക്കാണ് നൽകിയിരുന്നത്. ഓരോ തവണ എടുക്കുന്നവരും അടുത്ത വർഷത്തേക്ക് തുടരാതെ അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് നഷ്ടത്തിൽ കലാശിക്കുന്നതാണ് പതിവ്. എന്നാൽ ഓരോ വർഷവും 10% തുക വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് DTPCക്കുള്ളത്. ചോർന്നൊലിക്കുന്ന അതിഥി മന്ദിരത്തിൽ 2 മുറികളാണുള്ളത്. ഇതിലൊന്ന് ശീതീകരണ സൗകര്യമുള്ളതാണ്. ഈ മുറി 1500 രൂപയും മറ്റൊന്ന് 1000 രൂപയും ദിവസവാടകയ്ക്കാണ് കരാർ എടുക്കുന്നവർ നൽകിയിരുന്നത്. വാഹനങ്ങൾ നിർത്തിയിടാനും ഏറെ സൗകര്യമുണ്ട്. മേൽക്കൂരയുടെ ഓടുകൾ അടർന്നുപോയ നിലയിലാണ്. അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. 1997 ഫെബ്രുവരി 28-നാണ് MP ആയിരുന്ന K. കരുണാകരൻ അതിഥി മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. വെള്ളത്തിനായി 1 വർഷം 4 മാസത്തിൽ ചെലവാകുന്നത് 1,20,000 രൂപയാണ്. കിണറിലെ വെള്ളത്തിന് വേനലിൽ ചെളിയുടെ ദുർഗന്ധമുണ്ടായിരുന്നു. ചോർച്ചയുള്ളതിനാൽ മുറികൾ വാടകയ്ക്ക് പോകാനും പ്രയാസമായിരുന്നു. കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താൻ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് DTPC സെക്രട്ടറി വിജയരാജ് പറയുന്നു. TCV മാള. വലപ്പാട് ഹോട്ടലിൽ പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വലപ്പാട് ചന്തപ്പടിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന ജനകീയ ഹോട്ടലിലാണ് അപകടമുണ്ടായത്. ജനകീയ ഹോട്ടലിന്റെ നടത്തിപ്പുകാരായ എടമുട്ടം സ്വദേശികളായ കൊന്നംപറമ്പത്ത് വീട്ടിൽ സുനിത മണികണ്ഠൻ, കുറ്റിക്കാട്ട് വീട്ടിൽ സുമിത സുധികുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കും മുഖത്താണ് പരിക്കേറ്റിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവിനെ ആളൂർ SHO KM ബിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി മൂനംവീട് കോളനിയിലെ നിയാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിന് പരാതി നൽകിയതോടെ ഒളിവിൽ പോകാൻ ശ്രമിച്ച നിയാസിനെ കൊല്ലത്തുള്ള വീട്ടിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തോട് മൂടി റോഡാക്കി രൂക്ഷമായ വെള്ളക്കെട്ടിൽ വലഞ്ഞ് വേലൂർ തയ്യൂർ മഠപ്പറമ്പിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങൾ. വേലൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ മഠപ്പറമ്പിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളാണ് ദുരിതം പേറി കഴിയുന്നത്. കാലങ്ങളായി വെള്ളം ഒഴുകിപ്പോകുന്ന തോട് മൂടിയാണ് മഠം അധികൃതർ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ മഴ പെയ്താൽ വെള്ളം പരിസരവാസികളുടെ വീടുകളിലേക്ക് കയറും. സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള മാലിന്യം വീട്ടുകിണറുകളിലെ വെള്ളത്തിൽ കലരുന്നതായും വീട്ടുമുറ്റത്ത് കെട്ടിക്കിടന്ന ദുർഗന്ധം വമിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു. ആകെ ദുർഗന്ധമായിട്ട് കുടിവെള്ളം വരെ കിണറും തോടും ഈ കക്കൂസ് വേസ്റ്റും ഒക്കെ ഒന്നായിട്ട് കിടക്കണം. ഈ വെള്ളം ഒരു തരി മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അടുക്കളയ്ക്കും കിണറും ഫുള്ളും തോടൊക്കെ ഇതൊക്കെ. ഇത് റോഡ് പൊളിച്ച് ഞങ്ങക്ക് ഈ തോടാക്കി തന്നാലേ ഞങ്ങളുടെ പറമ്പിലുള്ള എല്ലാ വെള്ളവും പോയി വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങള് ദുരിതാശ്വാസ ക്യാമ്പിലെ കിടക്കണം. അവിടെ ഉള്ളവരും നിങ്ങൾ റോഡ് പൊളിച്ചിട്ട് പൊളിക്കാൻ വേണ്ടി വന്നു കിടക്കുന്നവരാണ്. ദുരിതാശ്വാസത്തിൽ വന്നവരല്ല, വെള്ളപ്പൊക്കത്തിൽ വന്നവരല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ പരിഹാസം വേറെ. ഞങ്ങൾക്ക് വീടുകളിൽ കയറാൻ പറ്റില്ല. കുഞ്ഞു കുട്ടികൾക്ക് വയറിളക്കും പനിയും വിട്ടുമാറണം കൂടിയില്ല. വേലൂർ പഞ്ചായത്തിലും ജനപ്രതിനിധികൾക്കും വില്ലേജ് ഓഫീസർ, തഹസിൽദാർ എന്നിവർക്ക് നിവേദനങ്ങളും പരാതികളും പലതവണ നൽകിയെങ്കിലും പരിഹരിക്കാൻ നടപടിയുണ്ടായില്ല. അവര് റോഡ് പൊളിക്കേണ്ട കാര്യം പറയുമ്പോൾ അവർ തോട് ഇനി പറമ്പിൽ കൂടെ ഓരോ മീറ്റർ വഴിയും കൂടി അവർക്ക് കൊടുക്കണം. എന്നാലാണ് അത് പൊളിച്ച് തോടാക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. 3 സെന്റ് സ്ഥലമുള്ളത് ഞങ്ങൾ ഒരു വീട് കെട്ടാൻ വേണ്ടിട്ട് മേടിച്ച സ്ഥലത്ത് നിന്ന് 1.5 മീറ്റർ വഴിക്ക് കൊടുത്ത തോടിന് കൊടുത്താൽ ഞങ്ങൾക്ക് പിന്നെ ബാക്കി അതിൽ എന്താ വീട് കയറ്റാനുള്ളത്? ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാണ്ടായി, അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായി. ഈ മക്കളെയും കൊണ്ടിട്ട് ഇനി എവിടേക്ക് പോകണം? ജീവിക്കാൻ വേറൊരു വഴിയില്ല. ഞങ്ങൾ മഠത്തിന്റെ മുറ്റത്ത് തന്നെ കിടക്കുക. ഞങ്ങൾ ഇനി അവിടുന്ന് നീതി കിട്ടാത്തോടത്തോളം അവിടുന്ന് പോരാനുള്ള ഉദ്ദേശമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എവിടേക്കും പോകാനാ? എവിടേക്കും വരിക? സ്കൂളുകാർ കളിയാക്കണം ഞങ്ങളെ. അവർക്കൊരു പുച്ഛാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 2 പ്രാവശ്യം ചെന്നു. അതിനുള്ള അനുഭവം ഞങ്ങൾക്ക് കിട്ടി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടെയുള്ള കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത്. 1 മാസത്തിനുള്ളിൽ ഇത് 2-ാം തവണയാണ് വീടുകളിൽ വെള്ളം കയറി ഇവർ ദുരിതാശ്വാസ ക്യാമ്പിലെത്തുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ
പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. 1.5 വർഷം മുന്നേ ഒരു തോട് നികത്തി ഒരു ചെറിയൊരു ഒരടിയുടെ പൈപ്പിട്ട് മുകളിൽ കോൺക്രീറ്റ് ചെയ്തേക്കണം. അത് കാരണം ഇപ്പോൾ ഓരോ മഴയ്ക്കും ചെറിയൊരു മഴ വന്നാൽ പോലും എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടാവുന്ന രീതിയിലാണ് പോണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ വളരെ ദുരന്താവസ്ഥയാണ്. മടക്കാർ പറയുന്നുണ്ട്, കന്യാസ്ത്രീകളൊന്നും പറയുന്നത് പൊളിക്കാൻ തയ്യാറാണ്. പക്ഷേ പഞ്ചായത്തുകാരും പ്രസിഡന്റും വാർഡ് മെമ്പറും സമ്മതിക്കുന്നില്ല, ഇത് പൊളിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവർ ചെയ്യാൻ പഞ്ചായത്തിന് സമ്മതിക്കില്ല. എന്താണ് പഞ്ചായത്തിന് പ്രത്യേക താല്പര്യം? TCV ന്യൂസ്, എരുമപ്പെട്ടി. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഏകീകരണ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചതിനെതിരെ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ കോർ കമ്മിറ്റി റിപ്പോർട്ട് കത്തിച്ചും പിന്നോട്ട് നടന്നും പ്രതിഷേധിച്ചു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന നയങ്ങളാണ് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ KA വർഗീസ് കുറ്റപ്പെടുത്തി. സംയുക്ത അധ്യാപക സമിതി ചെയർമാൻ PK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ്, വിവിധ സംഘടനാ നേതാക്കളായ PT കിറ്റോ, NP ജാക്സൺ, വിമൽ ജോസഫ്, ലിൻഡോ വടക്കൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പടിഞ്ഞാറെ വെമ്പല്ലൂർ വാഴൂർ അമ്പലനട ബീച്ച് റോഡിലൂടെയുള്ള യാത്ര അപകടകരമായി മാറിയിരിക്കുകയാണ്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 20, 21 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് നാളുകൾ ഏറെയായി. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി റോഡ് കുഴിച്ചതോടെയാണ് യാത്രാ ദുരിതം ഉടലെടുത്തത്. നാളിതുവരെയായി റോഡ് ഗതാഗതയോഗ്യമാക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. സമീപ ദിവസങ്ങളിൽ നിരവധി വാഹനയാത്രക്കാർ റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റിട്ടുണ്ട്. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡ് നന്നാക്കി തരാം. പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടും ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ തന്നെ കണ്ടില്ല. പല പ്രാവശ്യം പറഞ്ഞിട്ടും ആരും ചെവിക്കൊള്ളണില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ മഴ കഴിയുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ഈ റോഡ് നന്നായി തരണം. TCV കൊടുങ്ങല്ലൂർ. കാറളം, കാട്ടൂർ പഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മന്ത്രി ഡോക്ടർ R. ബിന്ദു സന്ദർശിച്ചു. വിവിധ NSS യൂണിറ്റുകൾ ക്യാമ്പുകളിലേക്ക് സമാഹരിച്ച അവശ്യവസ്തുക്കൾ മന്ത്രി വിതരണം ചെയ്തു. കാറളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. മലിനജലം സംസ്കരിക്കുന്ന പദ്ധതിയുമായി കൊടുങ്ങല്ലൂർ നഗരസഭ ശുചിത്വ മിഷൻ സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.25 കോടി രൂപയുടെ മലിനജല സംസ്കരണ പദ്ധതിയാണ് കൊടുങ്ങല്ലൂരിൽ നടപ്പാക്കുന്നത് എന്ന് നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതി സംബന്ധിച്ച ചർച്ചകൾക്കും സ്ഥലപരിശോധനകൾക്കുമായി ജില്ലാ ശുചിത്വ മിഷനിൽ നിന്നുമുള്ള സംഘം നഗരസഭയിൽ എത്തി സ്ഥലപരിശോധന നടത്തിയതായി നഗരസഭാ അധികൃതർ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, മുൻ ചെയർമാൻ KR ജൈത്രൻ, കൗൺസിലർ VB രതീഷ്, നഗരസഭാ സെക്രട്ടറി NK വൃജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51,680 രൂപ, വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3283 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈയിൽ റഡാർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരും. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 338ആയി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നാഷണൽ സർവീസ് സ്കീം 150 വീടുകൾ നിർമ്മിച്ചു നൽകും. അകമലിയിലെ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശം ജില്ലാ കളക്ടർ സന്ദർശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ മണലൂർ താഴം പടവിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ജനപ്രതിനിധികളും കോൾപടവ് ഭാരവാഹികളും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനിടെയാണ് ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായത്. കനോലി കനാൽ കരകവിഞ്ഞ് എടത്തിരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിലെ കിഴക്കൻ മേഖലകൾ വെള്ളത്തിൽ മുങ്ങി. 50ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ഒളരി കണ്ണാപുരത്ത് നടുറോഡിലെ വാട്ടർ അതോറിറ്റി വക കുഴിയും മുന്നറിയിപ്പ് ബോർഡും അപകടക്കെണിയായി മാറുന്നു. അധികൃതർ അടിയന്തിരമായി ഇടപെട്ട് കുഴി നികത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് നാട്ടുകാർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.